ഹായ് ഹലോ ഇത് കഴിഞ്ഞ ദിവസം ഹൈനൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. 2 ദിവസം മുമ്പ് ഹൈനൂസിന് ഒട്ടും വയ്യായിരുന്നു, നല്ല ഛർദിലും പനിയൊക്കെ ആയിരുന്നു. പിന്നെ പനിയും ഛർദിലും മാറിയതിൻ്റെ പിറകെ ലൂസ് മോഷൻ തുടങ്ങി കേട്ടോ. ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതായിരുന്നു, കുഞ്ഞ് ഇരുട്ട് വെളുക്ക ടോയ്ലറ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാലും അതിനൊരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് വേറെ മെഡിസിനൊന്നും കൊടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ എസ്ഐറ്റിലോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത്. കാരണം അവൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവൾക്ക് ബോഡി വീക്കാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ അന്ന് വൈകിട്ട് എസ്ഐറ്റിലോട്ട് പോയി. അവിടെ ഒരു 6:30 ആയപ്പോൾ എത്തി കേട്ടോ. അപ്പോൾ അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഇല്ലായിരുന്നു, നമ്മൾ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത്. അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നമ്മൾ നേരെ അതിനകത്തുള്ള ഒരു ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഹൈനൂസ് ആണെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ ഒരു 5-6 തവണ അവിടെ നിന്ന് തന്നെ ടോയ്ലറ്റിൽ പോയിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിസൾട്ട് കിട്ടിയപ്പോഴേക്കും ഒരു 9:45 ആയി. 7:30ക്കാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ റിപ്പോർട്ടിലാണെങ്കിൽ മുമ്പത്തേതുപോലെ തന്നെ ക്രിയാറ്റിനും പൊട്ടാസ്യം ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു എന്തായാലും ഇന്ന് റിസ്ക് എടുക്കണ്ട, ഇവിടെ ആണെങ്കിൽ പനിയും ഛർദിലേക്കാണ്, നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഹൈനൂസ് ഭയങ്കര ഹാപ്പി ആയിട്ട്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ മെഡിസിൻ വാങ്ങിച്ച് വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം നമ്മളെ കൂടെ വന്നത് മുനീറാണ് കേട്ടോ. ഇക്കാരെ കൂട്ടുകാരനാണ്. കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അപ്പോഴൊക്കെ ഇക്കാരെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനുണ്ടാവും കേട്ടോ നമ്മളെ കൂടെ. അപ്പോൾ ഏതൊരു പാതിരാത്രിക്ക് ഒരു കോൾ വിളിച്ചാൽ മതി, അവർ അപ്പോഴെത്തിക്കോളും. നമ്മളെ ബന്ധങ്ങളെക്കാളും ഉപകാരപ്പെടുന്നത് ഇവർ തന്നെയാണ് കേട്ടോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, നമ്മളുടെ വേദനകളിൽ കൂടെ നിൽക്കുന്നവരും ഉണ്ട്. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പോൾ ഇവിടെ ഉത്സവം നടക്കണോണ്ടാണ് ഈ ലേറ്റൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിരുന്നു വരെ.